ഐക്കർ CUT UG 2026-ന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഐക്കർ CUT UG അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ജൂലൈ ലാസ്റ്റ് വീക്ക്, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഐക്കർ CUT UG 2025 അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ അടുത്താണ്. 2026-ലെ CUT UG അപ്ലിക്കൻസ് 1 ലക്ഷം അധികം ആൾക്കാരായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഈ വർഷം ആപ്ലിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെറും 6002 സീറ്റ്സ് മാത്രമാണ്, 6002 സീറ്റ്സ് മാത്രമാണ് ഐക്കർ മുഖേന പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ 13 കോഴ്സുകളാണ് ഐക്കർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഏതൊക്കെ കോഴ്സാണെന്ന് വെച്ചാൽ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, BFSc ബാച്ചിലേഴ്സ് ഓഫ് ഫിഷറി സയൻസ്, BSc ഹോണേഴ്സ് ഫോറസ്ട്രി, BSc ഹോണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ്, BSc ഹോണേഴ്സ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc ഹോണേഴ്സ് സെറികൾച്ചർ, BSc ഹോണേഴ്സ് നാച്ചുറൽ ഫാമിംഗ്, BSc ഹോണേഴ്സ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി. ഇത്ര കോഴ്സുകളാണ് ഐക്കർ CUT UG വഴി കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എലിജിബിലിറ്റി എന്താണെന്നുള്ളത്. ഈ ഒരു എക്സാമിന്, ഈ ഒരു ഐക്കർ UG അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിന് അപ്ലൈ ചെയ്യാൻ അർഹരാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിൽ നോക്കുമ്പോൾ നമ്മൾ മെയിൻലി ഇതിൽ പറയുന്ന CUT UG അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഐക്കർ അതിൻ്റെ ബ്രോഷർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ആൾക്കാർ ശ്രദ്ധിക്കാതായിരിക്കും CUT UG സബ്ജക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു എലിജിബിലിറ്റി പറയുന്നത് വെച്ചാൽ 12th നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അഗ്രികൾച്ചർ ഈ 5 സബ്ജക്റ്റിൽ ഏതെങ്കിലും 3 12th നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ആ ക്രൈറ്റീരിയ കവർ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടൂല. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th പഠിച്ച സബ്ജക്റ്റിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ CUT UG സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഐക്കർ അഡ്മിഷൻ അർഹരായിരിക്കില്ല. ഉദാഹരണം, നമ്മൾ 12th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐക്കർ CUT UG അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ അർഹരല്ല എന്നുള്ളതാണ് അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അറിയാതെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകളിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേരൻസ് കാര്യങ്ങൾ എൻക്വയറി ചെയ്യാറുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇതൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏജ് ക്രൈറ്റീരിയ ആണ്. നമ്മൾ ഏജ് ക്രൈറ്റീരിയയിൽ പറയുന്നത് 31/8/2026. അതിനു മുമ്പ് 16 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കണം എന്നാണ്. 16 വയസ്സ് ആയിരിക്കണം എന്നുള്ള ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ക്രൈറ്റീരിയകളുണ്ട്. 25 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എടുക്കാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ 24 വയസ്സ് കഴിഞ്ഞാൽ, 23 വയസ്സ് കഴിഞ്ഞാലുള്ള ആൾക്കാർ എടുക്കാത്ത യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷർ കാര്യങ്ങൾ വായിച്ചറിയാൻ പറ്റും. ഐക്കർ CUT UG 2026 ബന്ധപ്പെട്ട് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ, ഐക്കറിന് വേണ്ടി മാത്രമുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആണ്. കമന്റ് ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഐക്കർ CUT UG ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ ഓരോ കോഴ്സുകളും, അതുപോലെ തന്നെ എത്ര സീറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ക്രൈറ്റീരിയ എന്താണ്, സബ്ജക്ട് കോമ്പിനേഷൻ എന്താണ്, എലിജിബിലിറ്റി എന്താണ്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓരോ കോഴ്സുകൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അത് കമ്മിങ് ഡേയ്സിൽ നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഐക്കർ CUT UG 2026 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഐക്കർ CUT UG എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.